എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ ഗ്രീൻ പീസും ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. വാഴയും 3 പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചേക്കണം. പിന്നെ ബാക്കിയുള്ള പകുതി സവാളയാണ് ഞാൻ ഈ അരിഞ്ഞു വെച്ചേക്കണം. ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് മതി, പിന്നെ ആവശ്യത്തിനായ മഞ്ഞൾപ്പൊടി. നമുക്കപ്പോൾ ഗ്യാസിലോട്ട് ചട്ടി വെക്കാം. ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് മൊരിഞ്ഞ് നമുക്ക് മൊരിയണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരും. ഇപ്പം അത്യാവശ്യം ഈ സവാളയും ഈ പൊടികളെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ട് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്രീൻ പീസ് ഈ ഇതിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരണം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ ചപ്പാത്തിക്ക് വേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 1 ഗ്ലാസ്സിൽ വെള്ളം, ആവശ്യത്തിനായിട്ട് ഉപ്പ്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കാണാം. നമുക്ക് അതിനുവേണ്ടി ഒരു കോഴിമുട്ട പൊടിച്ചിടാം. നമ്മൾ മറ്റേ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. പിന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചേക്കണം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണാം. ഭയങ്കര ഇതായിട്ട് നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ചട്ടി നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അത്യാവശ്യം ഇത് ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണ ഒന്ന് നമുക്ക് എല്ലായിടത്തോടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഇതിൽ നമ്മൾ ഈ കലക്കി വെച്ചേക്കണ ഈ പൊടിയിലോട്ട് നമുക്ക് മുട്ട വേണമെന്നില്ലെങ്കിൽ അത് ഇടണ്ട. ഞങ്ങൾ ഇടാറുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ആവട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ പൊടികളൂടെ ഒന്ന് ചുട്ടെടുക്കണം. നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും